ഇന്നലെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി എപ്പോഴാണ് അതിൽ വാദം തുടങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊപ്പം തന്നെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതടക്കമുള്ളതിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരുന്നപ്പോൾ ഈ സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഏറ്റവും അധികം ചോദ്യമുയർന്നത് സർക്കാരിനോടാണ്. എന്ത് നിലപാട് സർക്കാർ ഇതിൽ എടുക്കുമെന്നുള്ളതാണ്. സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് നേരത്തെ നൽകിയ സത്യവാങ്മൂലം സർക്കാർ തിരുത്തുമോ അതോ അതിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. എന്തായാലും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കുന്നത് ഭരണഘടനാ വിദഗ്ധരുമായി അടക്കം കൂടിയാലോചന നടത്തിയ ശേഷമാകും എന്നുള്ള വിവരങ്ങളാണ്. നിയമമന്ത്രി പി രാജീവും ഇന്നലെ അക്കാര്യങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിരുന്നത്. സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന നിലപാടെടുക്കണമെന്ന സമ്മർദ്ദം സർക്കാരിന് മേൽ ശക്തമാണ്. നിലപാട് അറിയിക്കും മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുമായും സംസാരിക്കണമെന്ന അഭിപ്രായവുമുണ്ട്. എന്ത് വേണമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. ജാഥകൾ തീർന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ചേരുന്ന നേതൃയോഗങ്ങളും വിഷയം ചർച്ച ചെയ്യും. വിവരങ്ങൾക്കായി പോകാം തിരുവനന്തപുരത്തേക്ക്. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാട് അറിയിക്കേണ്ടതുണ്ട്. മാർച്ച് 14 മുമ്പ് സംസ്ഥാനങ്ങൾ നിലപാട് അറിയിക്കണമെന്നാണ് ഇന്നലെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. സർക്കാർ മുന്നിൽ സമയമുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിക്കുകയാണെങ്കിൽ നേരത്തെ എടുത്ത നിലപാടിൽ സർക്കാരിന് ഉറച്ചു നിൽക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അങ്ങനെ ഉറച്ചു നിൽക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ സർക്കാരിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നിൽ വരുന്നുണ്ട്. NSS അടക്കമുള്ളവർ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് തീരുമാനമെടുത്താലും അത് ഏത് തരത്തിൽ സർക്കാരിന് തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായിരിക്കും സർക്കാർ നിലപാട് എന്ന് ആലോചിച്ച് തീരുമാനിക്കണമെങ്കിൽ അത് നിരവധി വിദഗ്ധരുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി സർക്കാർ എങ്ങനെയായിരിക്കും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുക? ആരോടൊക്കെ അഭിപ്രായം ആലോചിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക? സേഫ്, ജിൽസി, ശബരിമല എന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. അതുകൊണ്ട് വെട്ടേറ്റ സർക്കാരാണ് ഇടതുമുന്നണി സർക്കാർ. അത് ആദ്യ സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സ്ത്രീ ശബരിമലയിൽ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന വികാരങ്ങൾ അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റതിനെക്കുറിച്ച് അറിയാം. പിന്നീട് വീട് വീടാന്തരം കയറി ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ CPM നേതൃത്വത്തെ നമുക്ക് അറിയാം. അതുകൊണ്ട് ഈ വിഷയം വീണ്ടും വരുമ്പോൾ അതീവ ഗൗരവത്തോടുകൂടി എന്നാൽ ഏതെങ്കിലും തരത്തിൽ പാളിച്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിച്ചേരാൻ പോകുന്നത്. എടുത്തടിച്ചൊരു തീരുമാനം എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല. ഇന്നലെ ചില സൂചനകൾ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകനായ ജയദീപ് ഗുപ്ത നൽകിയിരുന്നു. നോഡൽ ഓഫീസറുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ജയദീപ് ഗുപ്ത പറഞ്ഞത് ഈ 2 നോഡൽ ഓഫീസർമാരെ നിയമിക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലായ നിഷ രാജെ എന്ന് പറയുന്ന വക്കീലിനെ അവിടെ എതിർക്കുന്നവരുടെ അഭിഭാഷകനാക്കാൻ വേണ്ടിയുള്ള തീരുമാനം സുപ്രീം കോടതി എടുത്തിരുന്നു. ഈ 3-അംഗ ബെഞ്ച് എടുത്തിരുന്നു. അപ്പോഴാണ് ജയദീപ് ഗുപ്ത പറഞ്ഞത്, ഞങ്ങൾ ഇതുവരെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളെ എതിർക്കുകയാണ് ചെയ്തത് എന്ന നിലപാട് സ്വീകരിക്കുകയും അതായത് ഈ സർക്കാരിൻ്റെ വക്കീലിനെ എതിർക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങൾ ഭാവിയിൽ അതിനെ എതിർക്കുന്ന ആൾക്കാരായി മാറും, അനുകൂലിക്കുന്ന ആൾക്കാരായി മാറും എന്ന നിലപാട് ഈ ജയദീപ് ഗുപ്ത സ്വീകരിച്ചത്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ വ്യക്തമാണ്. പക്ഷേ അങ്ങനെ എടുത്തടിച്ചൊക്കെ പറയാൻ കഴിയില്ല. കാരണം ഇതുവരെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വന്നിരുന്ന നിലപാട് അതായിരുന്നില്ല. നിയമവിദഗ്ധരും ഭരണഘടനാ വിദഗ്ധരടക്കമുള്ളവരുമായി കൂടിയാലോചന നടത്തിയ ശേഷം മാത്രമേ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിലപാട് പറയാൻ പാടുള്ളൂ എന്ന ഒരു ധാരണയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലത്തെ MV ഗോവിന്ദൻ്റെയും നിയമമന്ത്രി പി രാജീവിൻ്റെയും എല്ലാം പ്രതികരണങ്ങൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒരു തരത്തിൽ സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുന്നു. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാം എന്നുള്ള ആ നിലപാടിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള സൂചന സംസ്ഥാന സർക്കാരിൻ്റെ ചില രീതികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതേസമയം തന്നെ പാർട്ടിയുടെ നിലപാട്, അതെല്ലാ കാലത്തും പാർട്ടിയുടെ നിലപാട് സമത്വമായിരുന്നു. സ്ത്രീ പുരുഷ തുല്യത എന്നുള്ള നിലപാടാണ് CPMന് ഉള്ളത്. ആ നിലപാടിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുമില്ല. അതെങ്ങനെ സാധിച്ചെടുക്കുമെന്ന് ചോദിച്ചാൽ 2007 VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തൊരു സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകുന്നുണ്ട് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട്. അതിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതായത് തുല്യത അടക്കമുള്ള ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതേസമയം തന്നെ ആചാരപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ആചാരപരമായി അതിൻ്റെ മുൻനിരയിലുള്ള അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം അവരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ആ ആചാരപരമായ കാര്യങ്ങളിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കാൻ എന്ന നിലപാട് 2007 ഒരു സത്യവാങ്മൂലം നൽകിക്കൊണ്ട് VS അച്യുതാനന്ദൻ സർക്കാർ
നിലപാടെടുത്തിരുന്നു. അതേ നിലപാട് തന്നെ 2017 ആദ്യ പിണറായി സർക്കാർ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സത്യവാങ്മൂലം ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അങ്ങനെ ഒരു സത്യവാങ്മൂലം നൽകിയാലോ എന്നുള്ള ആലോചന സർക്കാർ തലത്തിൽ സജീവമാണ്. അതായത് ഇനി എന്തെങ്കിലും ഉണ്ടായാലും ഞങ്ങളല്ല അതിനകത്ത് തീരുമാനമെടുത്തത്, സുപ്രീം കോടതിയാണ് തീരുമാനമെടുത്തത്. ഈ ആചാരപരമായ കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാരോട് അഭിപ്രായം തേടിയ ശേഷമാണ് സുപ്രീം കോടതി തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും എന്നൊരു ധാരണ അവർക്കിടയിലുണ്ട്. ഇനി ഭരണഘടനാ വിദഗ്ധരുമായി കൂടിയാലോചന നടത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ സ്വീകരിച്ച നിലപാട്, പുനഃപരിശോധനാ ഹർജിയെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്നുള്ള നിലപാട് ഇതുവരെ സ്വീകരിച്ചിരുന്ന സംസ്ഥാന സർക്കാർ ഇനി അതിനെ എതിർക്കുമ്പോൾ അതിനുതകുന്ന വാദങ്ങൾ മുന്നോട്ട് വെക്കേണ്ടി വരും. അതുകൊണ്ട് ഭരണഘടനാ വിദഗ്ധർ എന്താണോ പറയുന്നത് അതനുസരിച്ച് ആ നിലപാട് സ്വീകരിക്കാം എന്ന ധാരണ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഈ വിഷയത്തിൽ കേൾക്കണം. അത് NSS ആയാലും SNDP ആയാലും ഈ തന്ത്രി കുടുംബമായാലും മറ്റ് ആചാര്യന്മാരായാലും എല്ലാം, പന്തളം കൊട്ടാരമായാലും എല്ലാം, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം ഇക്കാര്യത്തിൽ തേടണം എന്നൊരു അഭിപ്രായം സർക്കാർ തലത്തിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. ഇതിനകത്തൊക്കെ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്തായാലും 14-ാം തീയതി വരെ സമയമുണ്ട്. 14-ാം തീയതി എന്ന് പറഞ്ഞാൽ ഒരു 10-ാം തീയതിയോട് കൂടിയെങ്കിലും ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചേക്കാം. ഇതിൻ്റെ കൂടിയാലോചനകൾ വരും ദിവസങ്ങളിലുണ്ടാകും. കാരണം ജാഥകളെല്ലാം സമാപിച്ച് നേതാക്കന്മാരെല്ലാം തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തുകയാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ ചർച്ചകളിലേക്ക് കടന്നുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ജിൽസി.